കോഴിക്കോട് കൊടുവള്ളിയിലെ UDF വെൽഫെയർ പാർട്ടി ധാരണയെ തുടർന്ന് സമസ്തയിലുണ്ടായ ഭിന്നത മുതലെടുക്കാൻ LDF. സുന്നി വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് നീക്കം. സ്വതന്ത്ര ചിഹ്നം ഉപയോഗിച്ച് വോട്ട് പിടിക്കാനാണ് ഇപ്പോൾ നീക്കം. LDFന്റെ തന്ത്രം വിലപ്പോകില്ലെന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത്. AK അഭിലാഷ് ഉണ്ട്. AK അഭിലാഷ്, ഒരു ഭാഗത്ത് UDF വെൽഫെയർ ബന്ധം അത് LDF ഒരു രാഷ്ട്രീയ സാധ്യതയായിട്ടാണ് കാണുന്നത്. പക്ഷെ പാർട്ടി ചിഹ്നത്തിലല്ല, സ്വതന്ത്ര ചിഹ്നത്തിൽ നേരത്തെ കൊടുവള്ളി മോഡൽ ഇവിടെ പരീക്ഷിക്കാനുള്ള സാധ്യതയുണ്ടോ അഭിലാഷ്? തീർച്ചയായിട്ടും മലബാർ രാഷ്ട്രീയത്തിലെ ഒരു കേന്ദ്രമായി മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കൊടുവള്ളി. അതൊരു പരീക്ഷണശാലയായി മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ഭാഗത്ത് വെൽഫെയർ പാർട്ടിയുമായി UDF പരസ്യമായ ഒരു ധാരണയിലേക്ക് എത്തുന്നു. ഇതിന്റെ മറുഭാഗത്തേക്ക് ഇത് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് LDFന്റെ നോട്ടം. ഇതിൽ പ്രധാനമായും സുന്നി വോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്കാണ് ഇപ്പോൾ LDF കടക്കുന്നത് എന്നതാണ്. കാരണം ഈ വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ചില അസ്വാരസ്യങ്ങൾ സുന്നി സംഘടനകൾക്കിടയിലും ഒക്കെ ഉണ്ട്. കാരണം UDFനോട് നേരത്തെ തന്നെ അവർ ആവശ്യപ്പെട്ടിരുന്നു ഒരു തരത്തിലുള്ള ധാരണയും ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവരുത് എന്ന് കാര്യം പറഞ്ഞു. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് അവിടെ ഇത്ര ഒരു ധാരണ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ UDFന് ലഭിക്കേണ്ടുന്ന വോട്ടുകൾ അവിടെ മറ്റെവിടേക്കെങ്കിലും പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് ഉപയോഗിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ LDFന്റെ ഭാഗത്ത് നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ LDFലെ സ്ഥാനാർത്ഥികൾ പാർട്ടി മാറി മത്സരിക്കുന്നു, അതോടൊപ്പം തന്നെ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുന്നു. ഇതോടുകൂടി സുന്നി വിഭാഗത്തിലെ ഇത്തരത്തിലുള്ള ആളുകളുടെ വോട്ട് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ സംഭവിച്ചാൽ ഈ കൊടുവള്ളി എന്നുള്ളത് ഒരു പരീക്ഷണശാലയുടെ വിജയമായി മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം LDF പലതവണ ശ്രമിച്ചിട്ട് പോലും അവിടെ മുനിസിപ്പൽ ഭരണം പിടിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതേ സമയത്ത് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് മുന്നോട്ട് പോകാനും കഴിയുകയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അനുകൂലമായ സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നീക്കം അവരുടെ ഭാഗത്ത് നടക്കുന്നത്. ഗ്ലാസ് ചിഹ്നത്തിലാണ് 31 ഡിവിഷനുകളിൽ LDF സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏതായാലും മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകൾക്ക് ഇതിന്റെ അപകടം തിരിച്ചറിയുന്നുണ്ട്. അവർ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ്. കാരണം അവർ സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ CPMന്റെ ഇത്തരത്തിലുള്ള തന്ത്രങ്ങളൊന്നും അവിടെ വിലപ്പോകില്ല എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നുള്ളൂ. ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാത്രമേ ഇത് ആർക്കൊക്കെ എങ്ങനെയൊക്കെ ഗുണകരമായി എന്ന് മനസ്സിലാക്കാൻ കഴിയൂ. അരുൺ, ഓക്കെ, ഇപ്പോൾ പലതരം തന്ത്രങ്ങളാണ്, തെരഞ്ഞെടുപ്പല്ലേ. എന്നാലും സ്ഥാനാർത്ഥി അവരുടെ പാർട്ടി ചിഹ്നം ഉപേക്ഷിച്ച് മറ്റൊരു ചിഹ്നത്തിൽ മത്സരിക്കുന്നത് കാണുമ്പോൾ മനസ്സിങ്ങനെ പറയൂലേ, ഇത് മനസാക്ഷിക്കെതിരാണ്, തെരഞ്ഞെടുപ്പല്ലേ, എന്ത് മനസാക്ഷി?